അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് സമയങ്ങളെ സൂക്ഷിക്കൽ, ഹിഫ്ളുൽ ഔഖാത്ത്. ഇന്ന് നമ്മൾ ഒരു വിലയുമില്ലാതെ കാണുന്ന ഒരു സംഗതിയാണ് സമയങ്ങൾ. ആ സമയങ്ങളെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും സമയം അമൂല്യമാണെന്നറിയൽ നമുക്ക് അത്യാവശ്യമാണ്. കാരണം അതിൻ്റെ വില നിർണ്ണയിക്കപ്പെടാൻ സാധ്യമല്ല. അത് നമ്മുടെ ആയുസ് കൂടിയാണ്. അധിക ജനങ്ങളും അതിനെ നഷ്ടപ്പെടുത്തി കളയുന്നു. നിശ്ചയം അത് ഇന്നഹാ അഅ്മാറുഹും വൈദാ ഫാത്തത് ലാ തഊദു അബദാ. അവരുടെ ആയുസ്സാണെന്ന് ഉള്ള കാര്യം അത് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും മടങ്ങി വരില്ലെന്നും അവർ ചിന്തിക്കുന്നില്ല. സമയങ്ങളെ പരിഗണിച്ചുകൊണ്ട് ജനങ്ങൾ 3 വിഭാഗങ്ങളാകുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഒന്ന്, സമയത്തെ ഗൗനിക്കേണ്ട നിലയിൽ ഗൗനിക്കുകയും കർമ്മങ്ങളുടെ കണക്കിന് അതിനെ ഓഹരി ചെയ്യുകയും ചെയ്യുന്നവർ. അപ്പോൾ അതവർക്ക് തുല്യമാവുകയും സമയങ്ങളും കർമ്മങ്ങളും അവരോട് യോജിക്കുകയും ചെയ്യും. രണ്ടാമത്തെ വിഭാഗം ഒരു ജോലിയും ചെയ്യാതെ സമയത്തെ പാഴാക്കുന്നവരാണ്. ജോലി അവശേഷിച്ചത് തന്നെ കിടക്കും. എന്നിട്ട് അവർ പറയും സമയം നമുക്കൊന്നിനും മതിയാകുന്നില്ല എന്ന് പറയും. മൂന്നാമത്തെ വിഭാഗം സമയത്തെയും ഒപ്പം കർമ്മത്തെയും പാഴാക്കുന്നവർ. അവസാനം പറഞ്ഞതായ 2 വിഭാഗങ്ങളും പാഴായവരും പരാജിതരുമാകുന്നു. എങ്കിൽ ആദ്യത്തെ വിഭാഗം ഉറപ്പായും വിജയിച്ചവരും മുതലെടുത്തവരുമാകുന്നു. കാരണം കർമ്മങ്ങളുടെ കണക്കിന് സമയത്തെ ഓഹരി ചെയ്തുകൊണ്ട് അതിനെ ഗൗനിച്ചുകൊണ്ട് ഇരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. ഖാലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ അഅ്മാലി ഹിഫ്ളുൽ ഔഖാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യം സമയങ്ങളെ സൂക്ഷിക്കലാകുന്നു. അഫ്ളലുൽ അഅ്മാലി ഹിഫ്ളുൽ ഔഖാത്തി ഇൻദൽ അൻഫാസിൻ ഫഇന്ന മൻ ളയ്യ വഖ്തഹു ളയ്യ ഉംറഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഓരോ ശ്വാസോച്ഛ്വാസ സമയങ്ങളെയും സൂക്ഷിക്കലാകുന്നു. നിശ്ചയം സമയത്തെ പാഴാക്കിയവൻ അവൻ്റെ ആയുസ്സിനെ പാഴാക്കിയവനായി എന്ന് നബി തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദുന്യാ സലാസു സാഅത്തുൻ ഖദ് മലത്ത് വസാഅത്തുൻ ലാ തദ്രി അതുദ്രികുഹാ അം ലാ വസാഅത്തുൻ അൻത ഫിഹാ ഫഗ്തനിംഹാ ഫലാ തുളയ്യിഅഹാ. ഈസാ നബി പറഞ്ഞു, ദുനിയാവിലെ സമയം 3 വിഭാഗങ്ങളുടെ മേലാകുന്നു. ഒന്ന് സാഅത്തുൻ ഖദ് മലത്ത്, അത് കഴിഞ്ഞുപോയ സമയമാകുന്നു. അപ്പോൾ ഒരു സമയം അത് കഴിഞ്ഞുപോയി. രണ്ടാമത് സാഅത്തുൻ ലാ തദ്രി അതുദ്രികുഹാ അം ലാ, ആ സമയം അതിനെ എത്തിക്കുകയോ ഇല്ലയോ എന്ന് നിനക്കറിയില്ല. സാഅത്തുൻ അൻത ഫിഹാ ഫഗ്തനിംഹാ ഫലാ തുളയ്യിഅഹാ, ഒരു സമയം അതിലാണിപ്പോൾ നീ ഉള്ളത്, അതിനെ നീ ധന്യമാക്കുക, പാഴാക്കിക്കളയരുത് എന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. സമയത്തെ കൊന്നുകളയുന്ന ആപത്തുകളെ സൂക്ഷിക്കൽ നമുക്ക് ഓരോരുത്തർക്കും അത്യാവശ്യമാണ്. ഏറ്റവും വലിയ ആപത്തുകളിൽപ്പെട്ടതാണ് അശ്രദ്ധ. അല്ലാഹു തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസ്വാലി വലാ തകും മിനൽ ഗാഫിലീൻ. അല്ലാഹു തആല പറഞ്ഞു, വിനയത്തോടും ഭയത്തോടും കൂടി ഉച്ചത്തിലുള്ള വാക്കുകൾ കൂടാതെയും പ്രഭാതത്തിലും സായാഹ്നങ്ങളിലും താങ്കളുടെ നാഥനെ മനസ്സിൽ ഓർക്കുക, അശ്രദ്ധരിൽ ഉൾപ്പെട്ടു പോകരുത്, സമയത്തെ കളഞ്ഞ് കുളിച്ചു പോകരുത്, നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ്.
ഉദാസീനതയും പിന്തിപ്പിക്കലും ഏറ്റവും വലിയ ആപത്തുകളിൽപ്പെട്ടതാണ്. പിന്നീടാകട്ടെ എന്നുള്ള വാക്ക് അതിൻ്റെ അടയാളമാണ്. നിശ്ചയം ഓരോ സമയത്തിനും അതിൻ്റെ വാജിബുകൾ ചെയ്യാനുണ്ട്. കർമ്മത്തിൽ നിന്നൊഴിവായ ഒരു സമയവുമില്ല. അപ്പോൾ നീ ഉദാസീനത കാണിക്കുന്നവരാൽ പെട്ടുപോകരുത് എന്നാണ് പറയുന്നത്. ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസിലേക്ക് ഒരാൾ ചെന്ന് ചോദിച്ചു. അദ്ദേഹം രാവും പകലുമെല്ലാം ജോലി ചെയ്ത് ക്ഷീണിതനായി ബുദ്ധിമുട്ടി അനുഭവപ്പെടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, താങ്കൾക്കിതിന് നാളത്തേക്ക് മാറ്റിവെച്ചുകൂടെ? അദ്ദേഹം പറഞ്ഞു, അഅയാനി അമലു യൗമിൻ വാഹിദിൻ ഫകൈഫ ഇദാ ഇജ്തമഅ അലയ്യ അമലു യൗമൈനി. ഒരു ദിവസത്തെ അമൽ തന്നെ എന്നെ ക്ഷീണിപ്പിച്ചു. അപ്പോൾ പിന്നെ 2 ദിവസത്തെ അമൽ എൻ്റെ മേൽ ഒരുമിച്ച് കൂടിയാൽ എങ്ങനെയായിരിക്കും എന്നാണ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞത്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, വസ്രിഫ് ഇലാ ത്വാഅതി വഖ്തക കുല്ലഹു ലാ തത്റുകൻ വഖ്തൻ സുദൻ മുതസാഹിലാ. ത്വാഅത്തുകളിൽ വഴിപ്പെടുന്നതിൽ നിന്റെ സമയം മുഴുവനും വിനിയോഗിക്കുക. ഉദാസീനനായി ഒരു സമയവും വെറുതെ പാഴാക്കരുത്. അള്ളാഹുവിൻ്റെ സഹായത്താൽ നിന്റെ സമയത്തെ ഭാഗിക്കുകയും പരിച്ഛേദം അള്ളാഹുവിൻ്റെ അഭയം പ്രാപിച്ചുകൊണ്ട് ഓരോ സമയത്തും അനുയോജ്യമായവയിൽ വിനിയോഗിക്കുകയും ചെയ്യുക. فإذا بدا فجر فصل تخشعا متدبرا لقراءة ومكملا. അങ്ങനെ പ്രഭാതം വിടർന്നാൽ ഭക്തിയോടും ഓത്തിൽ ചിന്തിച്ചുകൊണ്ട് പൂർത്തീകരിച്ചും നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മഹാനായ സൈനുദ്ദീൻ തങ്ങൾ പറയുന്നത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തെക്കുറിച്ച് നാം ഒരു സമയം ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് ബഹുമാനികളെ, നമ്മളെല്ലാവരും സമയത്തെ ഗൗനിക്കേണ്ട രീതിയിൽ ഗൗനിച്ച് ആ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിച്ച് അള്ളാഹുവിനെ അമൽ ചെയ്ത് ഇബാദത്ത് ചെയ്ത് മുന്നേറാൻ വേണ്ടി പരിശ്രമിക്കുക. യാൻസ് മീഡിയയാണ്. യാൻസ് മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എന്ന് വിനയാന്യതനായി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.